ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു 3 പാനീയങ്ങളാണ്. നോമ്പ് തുറയുടെ സമയത്ത് നമുക്ക് നോമ്പ് മുറിക്കുമ്പോൾ കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള, അതുപോലെ തന്നെ നമ്മുടെ ഈ സമയത്ത് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളെയും മാറ്റാൻ സഹായിക്കുന്ന 3 ഡ്രിങ്ക്സ് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത്, നോമ്പ് കാലങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേതെന്ന് പറയുന്നത്, നല്ല ചൂട് കൂടിയിരിക്കുന്ന ഈ സമയമായതുകൊണ്ട് തന്നെ നമുക്ക് നിർജ്ജലീകരണം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ ബോഡി വളരെ ചൂടാവുകയും നന്നായി വിയർക്കുകയും ഒരുപാട് വെള്ളം നഷ്ടപ്പെടുകയും നമുക്ക് ഡീഹൈഡ്രേഷൻ പോലുള്ള പ്രശ്നങ്ങൾ വരാനും ഒക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അസിഡിറ്റി പോലുള്ള വയറിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അതേപോലെയാണ് എന്തെങ്കിലും പുകച്ചിൽ, നെഞ്ചരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മൂത്രം ചൊടിയിൽ, യൂറിനറി ഇൻഫെക്ഷനും ഈ സമയത്ത് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാനും ക്ഷീണം അകറ്റാനും സഹായിക്കുന്ന 3 പാനീയങ്ങളാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതിൽ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് പറയുമ്പോൾ, നമ്മൾ ഈ നോമ്പ് സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വളരെ എരിവ് കൂടിയതും പുളിയുള്ളതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കി ദഹിക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ, വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഈ ഒരു നോമ്പ് കാലം കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ 3 പാനീയങ്ങൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ, ഈ മൂത്രം ചൊടിയിൽ പോലുള്ള പ്രശ്നങ്ങൾ, വയറിരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എഫക്റ്റീവാണ് ഈ 3 ഡ്രിങ്ക്സ്. അപ്പോൾ ആദ്യത്തേതെന്ന് പറയുന്നത് ആമലക പാനീയമാണ്. ആമലക്കി എന്ന് പറയുന്നത് നെല്ലിക്കയാണ്. നെല്ലിക്ക വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. ഇതിന് വേണ്ടത് നെല്ലിക്കയാണ്. നെല്ലിക്ക കുറച്ചെണ്ണം നമുക്ക് ബോയിൽ ചെയ്യാന്ന് പറയുമ്പോൾ സ്റ്റീം ചെയ്തെടുക്കുക. സ്റ്റീം ചെയ്തൊന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ കുരു കളഞ്ഞിട്ട് മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കുക. നന്നായി വിറ്റാമിൻ സിയും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് നെല്ലിക്ക. ഈ നെല്ലിക്കയിൽ നന്നായിട്ട് വിറ്റാമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല കൂളിംഗ് എഫക്റ്റ് ഉള്ളതാണ്. ബോഡിക്ക് നല്ല തണുപ്പ് കിട്ടാൻ ഇത് വളരെ നല്ലതാണ്. ക്ഷീണം അകറ്റാൻ നല്ലതാണ്. അപ്പോൾ ഈ ഒരു മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതിലോട്ട് നിങ്ങൾക്ക് പനംകൽക്കണ്ടം ചേർത്ത് കൊടുക്കാവുന്നതാണ്. മധുരത്തിന് ആവശ്യമായിട്ട് പനംകൽക്കണ്ടം ചേർത്ത് കൊടുക്കാം. അതുപോലെ അതിലോട്ട് ഒരു പിഞ്ച്, നിങ്ങളൊരു ഗ്ലാസ് തയ്യാറാക്കുകയാണെങ്കിൽ അതിലോട്ട് നിങ്ങൾക്ക് ഒരു പിഞ്ച് ചുക്ക് പൊടിയും അതുപോലെ തന്നെ ഒരു പിഞ്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കാവുന്നതാണ്. നമ്മൾ ഈ മിക്സിയിൽ അരിച്ചതിന് ശേഷം അത് നമുക്ക് കുറച്ച് നന്നായിട്ട് വെള്ളം ചേർത്ത് വളരെ ലൂസാക്കിയിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് പ്രമേഹമുള്ളവർക്കും വളരെ നല്ലതാണ്. പ്രമേഹമുള്ളവർ കഴിക്കുകയാണെങ്കിൽ ഈ പനങ്കൽക്കണ്ടത്തിന് പകരം നമുക്ക് ഇന്ദുപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നെല്ലിക്ക ഡയബറ്റീസ് ഉള്ളവർക്കും ഒക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുള്ളവർക്കും ഒക്കെ ഈ ഒരു പാനീയം കഴിക്കാവുന്നതാണ്. വളരെ കൂളിങ്ങും അതുപോലെ തന്നെ വളരെ ക്ഷീണം അകറ്റാനും ഒക്കെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഡ്രിങ്ക്. ഇനി രണ്ടാമത്തെ ഡ്രിങ്ക് തയ്യാറാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 ഇൻഗ്രീഡിയൻസ് ആണ്. ഒന്ന് കരിക്കിൻ്റെ വെള്ളം, അതായത് നമ്മുടെ ഇളനീരിൻ്റെ വെള്ളമാണ്. ഇളനീരിൻ്റെ വെള്ളം ആവശ്യമായിട്ടുണ്ട്. ഇതിലോട്ട് നിങ്ങൾക്ക് 1-2 സ്പൂൺ പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ആവശ്യം ഒന്നുമില്ല, പക്ഷെ ഒരു ടേസ്റ്റിന് വേണ്ടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിലോട്ട് ഒരു പോമഗ്രാനൈറ്റ്, അതായത് ഉറുമാമ്പഴം അല്ലെങ്കിൽ മാതളം എന്നൊക്കെ പറയുന്ന പോമഗ്രാനൈറ്റിൻ്റെ ഒരു പകുതി പോമഗ്രാനൈറ്റ് കൂടെ, അതിൻ്റെ സീഡ്സ് കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായി അരിച്ചെടുത്തതിന് ശേഷം ഈ ഒരു പാനീയവും കഴിക്കാവുന്നതാണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാതിരിക്കാനും ഡീഹൈഡ്രേഷൻ തടയാനും ഒക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പാനീയമാണ്. ബോഡിക്ക് വളരെ കൂളിംഗ് തരുന്നതും വളരെ ഗ്ലൂക്കോസൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ക്ഷീണം അകറ്റാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഡ്രിങ്ക്. ഹിമകിരണ പാനീയം എന്നാണ് ഇതിനെ പറയുക. അടുത്ത മൂന്നാമത്തെ ഡ്രിങ്ക് എന്ന് പറയുന്നത് ധാന്യക പാനീയമാണ്. ഈ ധാന്യക എന്ന് പറയുന്നത് നമ്മുടെ മല്ലിയാണ്. ഇതിനു വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ളത് മല്ലിപ്പൊടിയാണ്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒരു 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ആ പൊടിയൊക്കെ താഴെ അടിഞ്ഞു വരുന്നതാണ്. അതിനുശേഷം അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ആ പൊടി മാറ്റിയിട്ട് ബാക്കിയുള്ള വെള്ളം ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിലോട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ്. വളരെ കുറച്ച് മതി, അതിനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലോട്ട് നിങ്ങൾക്ക് ഒരു പിഞ്ച് ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ ഒരു പിഞ്ച് നമ്മുടെ
ചുക്കുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതും വളരെ കൂളിംഗ് ആണ്. അസിഡിറ്റി ഒക്കെ ഉള്ളവർക്ക്, അതുപോലെ മൂത്രം ചൊടിയിലൊക്കെ ഉള്ളവർക്കും ഒക്കെ വളരെ എഫക്റ്റീവാണ്. നമുക്ക് ക്ഷീണം അകറ്റാനും അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ തടയാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഷുഗർ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ശർക്കര ഒഴിവാക്കാവുന്നതാണ്. ശർക്കരക്ക് പകരം ഒന്നും ചേർക്കണമെന്നില്ല. വെറും മല്ലിവെള്ളത്തിലോട്ട് നമുക്ക് ചുക്കുപൊടിയും അതുപോലെ തന്നെ ഏലക്കാപ്പൊടിയും ചേർത്തിട്ടും കഴിക്കാവുന്നതാണ്. ശർക്കര കൂടെ ചേർക്കുമ്പോൾ നമുക്ക് ആ ഒരു കൂളിങ്ങും ക്ഷീണം അകറ്റാനും ഒക്കെ സഹായിക്കും. അതുകൊണ്ടാണ് ശർക്കര കൂടെ ആഡ് ചെയ്യാൻ പറയുന്നത്. മറ്റ് പ്രമേഹ രോഗികളാണെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഈ ഒരു 3 ഡ്രിങ്ക്സും വളരെ എഫക്റ്റീവാണ്. വളരെ ബോഡിക്ക് വളരെ തണുപ്പ് നൽകുന്നതും ക്ഷീണം അകറ്റാൻ സഹായിക്കുന്നതും ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. Thank you.